വളരെ സങ്കടത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യണത്. ഈ കാണുന്നത് ഞങ്ങളുടെ കയ്യിലിപ്പോൾ പുതുതായി വാങ്ങിച്ച ചെറിയൊരു അക്വേറിയമാണ് കേട്ടോ. ആ അക്വേറിയത്തിൽ നിന്ന് മാറ്റിയിട്ടുള്ള കുറച്ച് മീനുകളാണിത്. പക്ഷേ ഈ മീൻ മാറ്റുന്നതിന് മുമ്പ് ഉണ്ടായൊരു കാര്യമാണ് ഈ കാണുന്നത് കേട്ടോ. ആ താഴെ കിടക്കുന്ന മീൻ കണ്ടോ, ഇതാ ഈ ഒരു മീൻ, അത് പൂർണ്ണ ഗർഭിണിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് പ്രസവിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വയറിൽ നിറയെ കുട്ടികളായിട്ടോ, ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട് കുട്ടികൾ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗപ്പി ഇത്ര അധികം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് കാണുന്നത്. ഒരു 6 അല്ലെങ്കിൽ 8 വരെയൊക്കെ പ്രസവിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വയറ് നല്ല വലിപ്പം വന്നിട്ട് വെള്ളത്തിൻ്റെ താഴെയായിരുന്നു ഈ ഒരു മീൻ കടന്നിട്ടുണ്ടായിരുന്നത്. അതിന് മൊത്തം കുട്ടികളെന്ന് പറയുന്നത് 18 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ. അത് ആ വാലൊക്കെ വളഞ്ഞിട്ടായിരുന്നത്, പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കുട്ടികൾക്ക് വയറിൽ നിൽക്കാനുള്ള സ്ഥലമില്ലാഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ, ഒരു പക്ഷേ ഈ ഒരു മീനത് താങ്ങാനുള്ള ശേഷിയൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം ഈ ഒരു മീൻ മരണപ്പെട്ട് തോന്നുന്നു. പക്ഷെ ഒരുപാട് സങ്കടമായിട്ടോ, കാരണം ഞങ്ങൾ ആറ്റുനോറ്റ് വാങ്ങിയതാണ്. 10 മീൻ വാങ്ങിയിട്ട് അതിൽ ആദ്യത്തെ മീൻ ഗർഭിണിയായിരുന്നു, അത് ചത്തുപോയി. രണ്ടാമത്തെ മീനാണ് വീണ്ടും ചത്തത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു ചെറിയ കണ്ടോ, കണ്ണ് മാത്രമേ ഒരു കുത്ത് കാണുള്ളൂ കേട്ടോ. വളരെ ചെറിയൊരു കുട്ടിയാണ് കേട്ടോ. ഇതേപോലത്തെ 18 കുട്ടികൾ ആ ഒരു മീനിൻ്റെ വയറ്റിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ജീവിക്കുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിലേക്ക് ഈ മീൻകുട്ടികൾ ഇട്ട് കൊടുത്തു. വെറുതെ ആ ഒരു അമ്മനെയും കുറച്ച് നേരം അതിലിട്ടു. എന്നിട്ട് അതിന് ആ വലിയ ഗപ്പിനെ എടുത്ത് മാറ്റുകയും ചെയ്തു. എന്നിട്ട് നേരത്തെ ഇട്ട് വെച്ചിരുന്ന ജാറിലത്തെ വെള്ളം മാറ്റിയിട്ട് ആ വെള്ളത്തിലത്തെ ബാക്കിയുള്ള മീനുകളാട്ടോ, ബാക്കി 8 പേരുണ്ട്. ആ 8 പേരാണിത്. ഇനിയിപ്പോൾ ഇതിലെത്ര ഗർഭിണികളുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല കേട്ടോ. ഇത് ആണേതാ പെണ്ണേതാന്നൊന്നും അതും എനിക്ക് വലിയ നിശ്ചയമല്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ വെള്ളം നിറച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇടാൻ അധികം കല്ലൊന്നും എടുത്തില്ല, കാരണം മുമ്പ് ഒരു പ്രാവശ്യം കല്ലിട്ടിട്ട് മീനുകൾ ചത്തു പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം കല്ലുകൾ നല്ലോണം കഴുകി പെയിൻ്റൊക്കെ പോയിട്ടുള്ള കുറച്ച് കല്ലുകൾ മാത്രമേ ഉള്ളൂ ഇട്ടിട്ട്. എന്നിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇതിലുണ്ടായിരുന്ന മീനിനെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതിന് ഞങ്ങൾ ചെറിയൊരു ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താണ് കാര്യം എന്നറിയില്ല. ഇനിയിപ്പോൾ ചൂടായിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഈ കുട്ടികളുടെ ആ ഒരു വലിപ്പമൊക്കെ നിങ്ങൾക്ക് കണ്ടിരുന്നല്ലോ നേരത്തെ, വളരെ ചെറുതാണ്. അതുകൊണ്ടായിരിക്കാം ചത്തു പോയിട്ടുണ്ടാവുക, എന്താണെന്ന് അറിയില്ല. ഇനി ബാക്കിയുള്ള മീനുകളാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ഏത് ഐറ്റമാണ് എന്നൊന്നും അറിയില്ല. ഗപ്പിയാണെന്ന് പറഞ്ഞിട്ട് പിടിച്ച് തന്നതാണ് കേട്ടോ മുത്തു. അപ്പോൾ ഇനി ബാക്കിയുള്ള മീൻകുട്ടികളാണിത്. ഇനി ഇവരിൽ നിന്ന് വേണം ഞങ്ങൾക്ക് അടുത്ത ഒരു ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവരെ നേരെ കൊണ്ടുവന്നിട്ട് ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ, വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ, വളരെ ചെറുതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ഞങ്ങൾ ഇരുന്ന് നോക്കാറുണ്ട് കേട്ടോ, അവരെ പ്രസവിക്കാറായോ എന്നൊക്കെ ഇങ്ങനെ എന്നും വന്ന് നോക്കൂട്ടോ. ഇടക്കിടക്ക് വന്നിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ മീൻ താഴെ പോയി കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ചിലപ്പോൾ വെറുതെ കിടക്കുകയാവുമെന്ന് പറഞ്ഞു. പക്ഷേ അത് മരിച്ചിട്ടാണ് കിടന്നിരുന്നത്, അത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങളെ വീട്ടിലത്തെ മീനിനെ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി പുതിയ മീൻകുട്ടികളൊക്കെ ഉണ്ടായി വരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ട് കേട്ടോ മീനുകളൊക്കെ ചത്തുപോയിൽ. എന്തായാലും ഇനി ഇവിടെ വളരട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരട്ടെ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേത് ഐറ്റം മീനുകളാണ് ഗപ്പികൾ എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.